നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് വടകരയിൽ കാരവാനകത്ത് 2 യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇവരുടെ മരണകാരണം ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുകയാണ് എന്നാണ് കണ്ടെത്തിയത്. വാഹനത്തിലെ ജനറേറ്ററിൽ നിന്നും പുറംതള്ളിയ കാർബൺ മോണോക്സൈഡ് ആണ് യുവാക്കളുടെ മരണത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജനറേറ്റർ വാഹനത്തിന് പുറത്തു വെക്കാതെ പ്രവർത്തിച്ചതാണ് ഇത് വിഷപ്പുക അകത്ത് കയറാൻ കാരണമായത്. മെഡിക്കൽ കോളേജ് ഫോറൻസിക് മേധാവി സുജിത് ശ്രീനിവാസൻ, അസിസ്റ്റന്റ് പ്രൊഫസർ പി അജേഷ് എന്നിവരാണ് കാരവാനിൽ പരിശോധന നടത്തിയത്. മലപ്പുറം എടപ്പാളിലെ ലൈഫ് ലൈൻ ഹോസ്പിറ്റാലിറ്റി കമ്പനിയിലെ ജീവനക്കാരായ മനോജ്, ജോയൽ എന്നിവരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ദേശീയപാതയോരത്ത് കാരവാനിൽ കണ്ടെത്തുകയായിരുന്നു. മലപ്പുറം വണ്ടൂർ വാളയമ്പലം സ്വദേശിയാണ് മനോജ്. ജോയൽ കണ്ണൂർ പറശ്ശേരി സ്വദേശിയാണ്. കുന്നംകുളത്തുകാരനായ ഒരു കുടുംബത്തെ ഞായറാഴ്ച ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിലേക്കായി കാരവാനിൽ കണ്ണൂരിൽ എത്തിച്ചിരുന്നു. ശേഷം അന്ന് രാത്രി 11:30യോടുകൂടി ജോയലും മനോജും കണ്ണൂരിൽ നിന്ന് തിരിക്കുകയും ചെയ്തു. 12:30യോടെയാണ് കരിമ്പനപ്പാലത്ത് റോഡരികിൽ വാഹനം നിർത്തിയിട്ടത്. തിങ്കളാഴ്ച ഉച്ചയോടെ വാഹനം മലപ്പുറത്ത് എത്തേണ്ടതായിരുന്നു. കാരവാൻ എത്താത്തതിനെ തുടർന്ന് കമ്പനി നടത്തിയ അന്വേഷണത്തിലാണ് കരിമ്പനപ്പാലത്ത് നിർത്തിയിട്ടിരിക്കുന്നതായി GPS സഹായത്തോടെ കണ്ടെത്തിയത്. പിന്നാലെ പ്രദേശവാസികൾ ഒരാളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാരവാന്റെ പുറകിലായി പുതച്ച നിലയിലായിരുന്നു ജോയലിന്റെ മൃതദേഹം. കാരവാനിൽ വാതിലിനോട് ചേർന്നായിരുന്നു മനോജിന്റെ മൃതദേഹം. മനോജിന്റെ കയ്യിൽ വണ്ടിയുടെ താക്കോൽ ഉണ്ടായിരുന്നു. എന്തായാലും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നതിനിടയിലായിരിക്കണം ഒരുപക്ഷെ അനങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ ഈ ഒരു വിഷപ്പുക ഉള്ളിലേക്ക് ചെന്ന മരണകാരണം അടക്കമായത്. ഒരുപക്ഷെ ആ ജനറേറ്റർ പുറത്ത് വെച്ച് നിന്നിട്ടാണ് അവർ ഉറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേനെ. എന്നാലും അപകടമുണ്ടാകാതിരിക്കാൻ സൈഡിൽ ഒതുക്കിയിട്ട് ഉറങ്ങുകയായിരുന്നു. പക്ഷേ ആ ഉറക്കം അന്ത്യ ഉറക്കമായി പോയതിൽ ഏറെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്ത ലോകം കേൾക്കുന്നത്.